ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നല്ല ഇലയുടെ ഒരു ഭംഗിയുണ്ടോ? നല്ല ഭംഗിയുള്ള ഇലയോട് കൂടിയ ചെടിയാണ് കേട്ടോ. പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല. ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും എനിക്ക് കിട്ടിയില്ല. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ പേരെന്താന്ന്. എനിക്കൊരു ചെറിയ കഷ്ണം ഇത് കിട്ടിയതാണ്. കിട്ടിയ സമയത്ത് ഞാനൊരു പാത്രത്തിലോട്ട് സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കിട്ടുന്നത്, ഏതെങ്കിലും ഒരു പാത്രത്തിൽ, മണ്ണിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ സത്യം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ചെടി എനിക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഇത് കുറേ ഒന്ന് മാറ്റി വെക്കാനാണ് വിചാരിച്ച് വേറെ ചെടികളിലൊക്കെ പുറകെ പോകുന്നതുകൊണ്ട് ഇത് അങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പം ഇതിൽ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ബുഷിയായിട്ട് നല്ലപോലെ വന്നതാണ്. പിന്നെ അത് കുറച്ച് ചീഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഇലയൊക്കെ പറിച്ചൊക്കെ കളഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നോക്കണം. ഇത് ഒരു ഇതിന് കമ്പ് ചെറിയൊരു ഇത് മതി ഇത് കുഴിച്ചിടാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അടി കണ്ട് ഇഞ്ചിയൊക്കെ ഉണ്ടാവുന്ന പോലെ നിറച്ച് കണ്ട് വലിയ കിഴങ്ങ് പോലെയാണ് ഇതിൻ്റെ അടിയിലുള്ള ഇത്. പക്ഷേ ഈ കിഴങ്ങോട് കൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു കഷ്ണം കിട്ടിയാൽ മതി, അത് പിടിച്ച് കിട്ടിയോളും. പക്ഷേ ഇതിൻ്റെ പേരറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഒരു ഡിസൈനും ഉണ്ട്, ഇങ്ങനെ ഒരു വെട്ട് പോലെ ഒരു നമ്മുടെ ചെമ്പരത്തി എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് തൂക്കിടാനായിട്ട് ഞാനിത് ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. നിറച്ച് ബുഷിയായിട്ട് നിന്നാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം ഇളക്കാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം മണ്ണ് മാത്രമേ ഇതിനകത്തുള്ളൂ, മണലൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പോട്ടി മിക്സ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് പോകുമെന്നൊക്കെ പറഞ്ഞാലും ചില ചെടികൾ എന്തിൽ വെച്ചാലും ഉണ്ടാവുന്നതാണെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തട്ടിയിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് പൊക്കിയെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്കിത് പൊക്കിയെടുക്കാം. അപ്പോൾ ഇത് പൊക്കിയത് കണ്ടോ, ഇതിൻ്റെ ഇത് വലിയ കിഴങ്ങ് പോലെ ഇഞ്ചി ഇതല്ല, ഒരു വലിയൊരു കിഴങ്ങ് പോലെയാണിത് ഉള്ളത്. നമുക്ക് ഇനിയിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ രണ്ട് പോട്ടിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ 2 ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ കിഴങ്ങിനെ ഞാനൊന്ന് മുറിച്ച് കളയുവാണ്. ഇത്രയും വലിയ കിഴങ്ങ് ഇതിനകത്തോട്ട് വെക്കുവാണെങ്കിൽ പിന്നെ സ്പേസ് ഒട്ടും ഇല്ലാതാവും. ഇത് പിടിച്ച് ഇത് വന്നോളും. അപ്പോൾ ഞാനിതിനെ കിഴങ്ങിനെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പോട്ടിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പോട്ടിലോട്ട് നമുക്ക് ഒരു 2 പീസാണ്, കുറച്ച് കിഴങ്ങ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, അത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. പോട്ടി മിക്സ് എന്ന് പറഞ്ഞത് മണ്ണും മണലും ചാണകപ്പൊടിയും മുട്ടത്തോടിൻ്റെ ഇതാണ്. സാധാരണ ഞാൻ എല്ലാ ചെടികൾക്കും അത് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ 2ാമത്തെ പോട്ടിലോട്ടും നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 പോട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇപ്പം ഒരാഴ്ചയോളം ഞാൻ തറയിൽ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഇറങ്ങുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് വെക്കുന്ന ചെടികളെല്ലാം വെക്കുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്കത് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് അവിടെ വെക്കും. ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ദിവസം നമുക്കിവിടെ വെച്ചിട്ട് പിന്നെ നമുക്കിതിനെ തൂക്കി ഇടാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ബുഷിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.